ഇതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ MC-യിൽ ഇതിവിടെ ഈ സൈഡിൽ നമ്മൾ MC-യിൽ യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ തന്നെ കണ്ടു കാണും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്കിന് ഒരു കുഞ്ഞൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം അഴിച്ചു വിട്ടിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വേറെ കണ്ടൻറ്റൊന്നും അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലല്ലോ, ക്ലാസ്സൊക്കെയാണ്. അപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കണ്ടൻറ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് പണിയുണ്ട്, എന്നാലും കുറച്ച് പണിയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ എന്നാലും കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബൈക്കിൻ്റെ അവസ്ഥ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് പെട്രോൾ ടാങ്ക് ഇല്ല, സീറ്റില്ല, ഒരു സാധനവും ഇല്ല. ഇപ്പം ഇങ്ങനെ ഈ ഒരു ചെയ്സയിലും പിന്നെ എൻജിനും മാത്രമേ ഇത് ഉള്ളൂ. അപ്പോൾ നമ്മളതെല്ലാം അഴിച്ചു വെച്ചു. ഇതില്ല ചെയ്സൊക്കെ ഇവിടെ നമ്മൾ തുരുമ്പ് പിടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബൈക്ക് നമ്മൾ കൊടുക്കാനായിട്ട് പോവുകയാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ ബൈക്ക് നമ്മൾ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് വേറൊരു ബൈക്ക് നമുക്ക് എടുക്കണം. അപ്പം ഇത് താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയ വിലയുള്ളൂ കേട്ടോ, ഭയങ്കര വിലയൊന്നുമില്ല. ചെറിയ വിലയ്ക്ക് ഇത് പഠിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ബൈക്ക് കൊള്ളും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വേണമെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെട്രോൾ ടാങ്ക് ഇതുണ്ട്. ഇവിടെ പെട്രോൾ ടാങ്ക് വെച്ചിട്ടുണ്ട്, വെയിലത്ത് വെച്ചാണ്. എന്താണെന്ന് വെച്ചാൽ പെട്രോൾ ടാങ്കിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ലീക്ക് ഇവിടെയായിട്ട് ഈ ജോയിൻറ്റിൻ്റെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഉണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ലീക്കുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബീഡിങ്ങിൻ്റെ ഇവിടെയാണ് കേട്ടോ ലീക്ക്. ഈ ഒരു ലീക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ MC-യിൽ ഇത് കണ്ടില്ല, ഇവിടെ ചെറിയൊരു വിടവുണ്ട്. അപ്പോൾ ആ ഒരു ഇത് MC-യിലിട്ട് നമുക്ക് ഒട്ടിക്കണം. കാരണം കുറേ പെട്രോൾ ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെയാണ് കേട്ടോ കണ്ടേ. അപ്പം എന്താണ് നമുക്കിന്ന് ഒട്ടിച്ചെടുക്കണം. അതുകൊണ്ട് പരിപാടി തിരിപ്പിന് ഇത് ഇവിടെ മൊത്തം നമ്മളെല്ലാം അഴിച്ചിട്ടിട്ടുണ്ട്. സീറ്റ് ഇത് ഇവിടെ അഴിച്ചിട്ടേക്കുന്നു. വേണ്ട ഇതിൻ്റെ കവറ്, ഇതിൻ്റെ സ്ക്രൂ, നട്ടും ബോൾട്ടും എല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. അകത്ത് നമ്മുടെ വേറൊരു ചെറുക്കൻ കിടപ്പുണ്ട്. വേറൊരു ചെറുക്കൻ ഇപ്പോൾ പോയേക്കുവാണ് കേട്ടോ. അപ്പം നമ്മൾ 3 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഈ വണ്ടി ചെറുതായിട്ട് നനയുന്നുണ്ട്. ഇനി ഇവിടെ പടുതയൊക്കെ വിരിച്ച് സെറ്റപ്പ് ചെയ്ത് ഇവിടെ ഇടണം. ഇതിൻ്റെ മണ്ടകായിട്ട് ഇടണം. ഈ വണ്ടി ഇപ്പം നല്ലപോലെ നനയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്ലാനിങ് ഒക്കെ ഒന്ന് തെറ്റുവാണ് കേട്ടോ. എന്താണ് അത് ഞാൻ പറയും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കണം. ചിലപ്പം ആ വെള്ളവണ്ടി നമ്മൾ എടുത്ത് ആ വെള്ളവണ്ടി കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു നമ്മുടെ 1 2 3 4 മാരുതി 800 കൊടുക്കും. അപ്പോൾ അത് എന്തായാലും ഞാൻ പറയാം. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പം എന്താണ് കൊടുക്കുന്നതെന്നുള്ളതെല്ലാം ഞാൻ പറയാം കേട്ടോ. അപ്പം 2 എണ്ണം കിടപ്പുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കൊടുക്കണം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ. പിന്നെ ഒരു വീഡിയോ അത് ഞാൻ അതിനെക്കുറിച്ച് തീരുമാനമായിട്ട് ഞാൻ ഈ 2 വണ്ടിയിൽ ഏത് വണ്ടിയാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ളത് ഞാൻ തീരുമാനം പറയാം കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ മാറിയതാണ് കേട്ടോ. ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് മൊത്തത്തോടെ അങ്ങ് മാറിയതാണ്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ദിവസമാണ് കണ്ടത് ഇവിടെ ഒരു ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലീക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ഈ ടാങ്ക് നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമ്മളത് മാറ്റിയതാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയൊരു തുളയേ ഉള്ളൂ 2 സൈഡിലും. അത് MC-യിലിട്ട് അടയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് MC-യിൽ ഇടാൻ വേണ്ടി ഇടുന്നതിന് മുമ്പ് നമുക്കിത് നല്ല ഉണങ്ങണമല്ലോ. അതുകൊണ്ട് ഞാനിന്ന് വെയിലത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് MC-യിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടാങ്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാം. ഇതിൻ്റെ അത് പെട്രോളെല്ലാം നമ്മൾ ഊറ്റി എടുത്താണ് കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റപ്പ് ചെയ്തിട്ടെ. ഇനിയിപ്പോൾ ഇത് ഒരിക്കലും പോകരുത്, ആ രീതിയിൽ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇത് MC-ലിൻ്റെ അകത്ത് ഈ 2 സാധനങ്ങളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വിത്ത് ഇങ്ങനെ ഒട്ടിച്ച് വിടണം 2 സൈഡിലും. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെക്കാം. ചിലപ്പം ഇന്ന് ഉണങ്ങത്തില്ല, എന്തായാലും നാളെ നമുക്ക് കയറ്റി വെക്കാം. ഇത് നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് 2 കളറായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്ത് വേണം ഒട്ടിക്കാൻ. അതായത് മിക്സ് ചെയ്തിട്ട് ഞാൻ അതായത് ഒന്ന് നല്ലതായിട്ട് ഒട്ടിക്കാം. ഇതേ നമ്മൾ മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫുള്ള് MC-യിലിട്ടു. ഇവിടെ ഈ സൈഡിൽ നമ്മൾ MC-യിലിട്ടു. പിന്നെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് ഈ സൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ നോക്കിയപ്പം. പിന്നെ ഇവിടെ നമ്മൾ ചുമ്മാ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം MC-യിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തം നമ്മൾ ഏകദേശം ഈ സൈഡ് ഇത് കണ്ടില്ല, ഈ സൈഡ് മൊത്തം നമ്മളങ്ങനെ MC-യിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പക്ഷെ എന്നത് പുറത്ത് വെളിയിൽ കാണാം, എന്നാലും കുഴപ്പമില്ല. അപ്പം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇന്ന് തന്നെയാണെങ്കിലും കയറാൻ പറ്റത്തില്ല. നമുക്ക് നാളെ ഇത് കയറ്റി വെക്കണം കേട്ടോ ബൈക്കിൽ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇതെല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഡ്യൂട്ടി ഇരിപ്പുണ്ട്, ഞാൻ നോക്കിയില്ലായിരുന്നു, മഴയായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കല്ലുപോലായിട്ടുണ്ട്. പിന്നെ നമുക്ക് കൈയൊന്നും അങ്ങനെ പറ്റുന്നില്ല. ഇതെല്ലാം ഒട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നേരെ കയറ്റി ഇതിൻ്റെ അതോട്ട് വെക്കാം. അതിൻ്റെ വെക്കുന്നത് ഇത് ഇവിടെ ഈ ഒരു 2 ഇതുപോലത്തെ ക്ലിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ സൈഡിലുണ്ട്. ഈ സാധനം നേരെ
ഇതിൻ്റെ അകത്തോട്ട് കയറണം. ആ രീതിയിൽ ഇത് വെക്കണം. പിന്നെ ഈ ക്ലിപ്പ് ഇത് ഇവിടെ കുത്താനുള്ളതാണ് കേട്ടോ. ഇത് കുത്തി നേരെ വെക്കുക. അത്രമാത്രം സിമ്പിൾ പരിപാടിയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ സ്ക്രൂ ഇവിടെ ഉണ്ട്. ഈ സ്ക്രൂ ഇട്ട് ഇവിടെ മുറുക്കി വെക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോഴത്തെ സൈഡിലും എല്ലാം സെറ്റ് ചെയ്ത് ടാങ്കെല്ലാം കയറ്റി സീറ്റെല്ലാം കയറ്റി ഇപ്പം വണ്ടി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി ഇങ്ങനെ ചെയ്തൊരു വീഡിയോ നമ്മളാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ബൈക്കിൻ്റെ കാര്യം അതുപോലെ തന്നെ കാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പം കാറ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബൈക്കിൻ്റെ അതേ കോൺടാക്ട് ചെയ്താൽ അതിന് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഈ ഫ്രണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് വിളിച്ചാൽ മതി. അപ്പോൾ കേസ് ഇത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.